ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് ഗാരേജ് വ്ളോഗായിട്ടാണ്. അതേപോലെ തന്നെ ഞാനിപ്പോൾ വീട്ടിലാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണേക്കാൾ മുമ്പ് നമ്മുടെ വണ്ടി ഇന്നലെ എറണാകുളം പോയിരുന്നു. തിരിച്ച് വരുന്ന വഴിക്ക് ഒരു നോയ്സ് സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടപ്പോൾ ബെൽറ്റ് ചെതറി കിടക്കേണ്ടത് തോന്നുന്നു കേട്ടോ. അത് നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്യാം അതിൻ്റെ അവസ്ഥ. ബെൽറ്റ് ചെതറിപ്പോയിട്ട് അത് അവിടെ വന്നിട്ട് അടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡ്രൈവ് ബെൽറ്റ് ഇതിന് റീപ്ലേസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻജിൻ്റെ ടൈമിംഗ് ബെൽറ്റൊക്കെ കംപ്ലൈൻ്റ് ആയി പോയിരുന്നു. അതൊന്നുമില്ല, ഡ്രൈവ് ബെൽറ്റ് കംപ്ലൈൻ്റ് ആയതാണ്. അപ്പോൾ അത് നമുക്ക് അയച്ചു തരും കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട്. ഒരു വണ്ടി ഇവിടെ ഫ്രണ്ട് സെറ്റിങ് ഇന്നലെ സെറ്റ് ചെയ്ത വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ സെറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അതേപോലെ ഈ രണ്ട് വണ്ടി നമ്മൾ അഴിക്കാനായിട്ട് കയറ്റിയതാണ്. ഇനിയിപ്പോൾ ഇത് ഇറക്കണം. ആ ഫുൾ ടെൻ रुको रुको ഡിക്കിയുടെ പണിയില്ലേ വണ്ടി ഇട്ടോ ഇട്ടേ എടുക്കോ. ഈ ഒരു വണ്ടി നമ്മൾക്ക് ഇന്ന് കൊടുക്കേണ്ട വണ്ടിയാണ് കേട്ടോ. അതിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഫൈനൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിച്ചാണത് ലിഗിയോ അല്ല സോറി നമ്മുടെ പേളുമായിട്ടാണ് അടിച്ചാണത്. ഓൾറെഡി 2014 മോഡൽ വണ്ടിയാണ്. ടൈപ്പ് 4 വണ്ടി തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ പേളുമായിട്ട് അടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മിട്രിക്സ് വയലറ്റ് അടിച്ചിട്ട് ഒരു വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പോളിഷിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിന് പോട്ടെ പോട്ടെ ശരിങ്ങ ഡാഷ്ബോർഡ് അയക്കാൻ വേണ്ടി അയച്ചതാ. കഴിഞ്ഞാ എറ്റിയോസ് ബ്ലാക്ക് ആണ് കേട്ടോ അടിക്കുന്നത്. ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ പേളുമായിട്ട് വണ്ടി വാഷിങ്ങിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഫൈനൽ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വണ്ടി ഇനി വാഷിങ്ങിലേക്ക് ഇടാം. ഇന്ന് വൈകിട്ട് കൊടുക്കണം നമുക്ക്. അതിന് വേണ്ടിക്കാൻ പോകണം. ആണെന്തോ ഓക്കെയാ? ഒക്കെ സെറ്റിങ് ഓക്കെയാ? कुछ तो प्रॉब्लम है. कटला इसको लॉक में ऑयल लगा ले. बराबर गैप और थोड़ा नीचे का जाना पड़ेगा. ये बुश लूज कर. और नीचे जाना पड़ेगा. बुश लूज कर लो. टाइट करो. अभी आया. बंद कर.
ഓക്കെ അല്ലേ അടിയുണ്ടോ? അമ്മാനിവിടെ കുട്ടി ഉരക്കലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അരുൺബായുടെ ശിഷ്യനാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ അടുത്ത വണ്ടി ഇവിടെ വർക്കിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. കൺവെൻഷൻ വണ്ടി വന്ന വണ്ടി തന്നെയാണ്. നോർമൽ ഡെൻറ്റിങ് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. അതായത് ഇവിടെയൊക്കെ ചെറിയ ഡെൻ്റ് ഉണ്ട്, ഒരു ഡെൻ്റ്. പിന്നെ ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ ആ സൈഡ് വശങ്ങളിൽ ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ അലുണ്ട്, ഇവിടെ ഡെൻ്റുണ്ട്. അതേപോലെ ഈ ഒരു ഭാഗത്ത് ഡെൻ്റ്. മേജർ പാച്ചും കാര്യങ്ങളൊന്നും കാണില്ല കേട്ടോ. അടുത്തത് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ക്യാമറ വാങ്ങി, അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയാണ് ബൈക്ക് വാങ്ങിയത്. അപ്പോൾ നമ്മളുടെ വർക്കേഴ്സിന് നമ്മൾ ചിലവ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ചിലവ് ഇതേ വാങ്ങി വെച്ചേക്കാണ്. ഒന്ന് കുഴിമന്തി വാങ്ങിയിട്ടോ എല്ലാവർക്കും. ഓണത്തിൻ്റെ ഒക്കെ പരിപാടി വേറെ ഉണ്ട്. നമ്മൾ ബെൽറ്റ് വാങ്ങിയിട്ടോ. ബെൽറ്റ് ഈ ഒരു കമ്പനിയുടെ ബെൽറ്റ് വാങ്ങി. കോണ്ടിനെൻ്റൽ 550 രൂപയുള്ളൂ കേട്ടോ ഡ്രൈവ് ബെൽറ്റിന്. അപ്പോൾ ആ സാധനം നമുക്ക് മാറ്റണം. ബെൽറ്റ് വാങ്ങിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ കാലത്ത് ഇറങ്ങിയപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫാൻ ബെൽറ്റിന് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ബെൽറ്റ് നമ്മൾ വാങ്ങി 550 രൂപ ബെൽറ്റ്. നമുക്ക് തന്നെ ഇടാവുന്നുള്ളൂ. ടെൻഷനർ വലിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ കയറ്റാവുന്ന ബെൽറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇങ്ങനെ നമുക്ക് കുറച്ച് വണ്ടികളുടെ പെയിൻറ്റ് എടുക്കാനുണ്ട്. അപ്പോൾ ഗാരേജിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തിക്കും തിരക്കും വീഡിയോസ് നിങ്ങൾ കണ്ടിരിക്കും. ഇനിയിപ്പോൾ നേരെ പോയിട്ട് 2 വണ്ടിക്ക് പെയിൻറ്റ് എടുക്കണം. പെയിൻറ്റ് എടുക്കുന്നതൊക്കെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ മെയിൻ എണ്ണം തെറ്റിന്റെ 4-നുള്ളിൽ 5 പറഞ്ഞിട്ട് 5 അപ്പൊ അവനോട് പറഞ്ഞ ഒരു ബോക്സ് അവിടെ നിർത്തോളാം. 5 അവനോട് ചോദിക്കും DX60 3 എനിക്ക് ചോദിച്ചിട്ട് 2 ഉമ്മയുടെ ഒരു ടാഗ് ക്ലോത്ത് എടുത്തോ. 4 മാസ്കിന്റെ ഒരു മാസ്കിന്റെ 4 മാസ്കിന്റെ എവിടുത്തെ ടാഗ് ക്ലോത്ത് വേണ്ട. 4 മാസ്കിന്റെ ടാഗ് ക്ലോത്ത് വേണം. ഇനിയും അപ്പോൾ നമ്മുടെ പെയിൻറ്റ് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവനോട് ഞാൻ എടുത്തു വെക്കാൻ പറഞ്ഞ ഇവന് എടുത്തു വെച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ മറ്റേ ഫോൺ എടുക്കാം. എനിക്ക് അടിച്ചു നമ്മളെടുക്കുന്നത് 2 വണ്ടിക്കുള്ള പെയിൻറ്റാണ്. ഒന്ന് 040 എന്ന് പറഞ്ഞിട്ടുള്ള നോർമൽ വൈറ്റ് കളർ, ഇന്നോവയ്ക്ക് വരുന്ന വൈറ്റ് കളർ. മറ്റൊന്ന് ലെക്സസ് വൈറ്റ്. നമ്മൾ ലെക്സസ് പേൾ വൈറ്റ് കഴിഞ്ഞ 2 വണ്ടിക്ക് അടുപ്പിച്ചടിച്ചപ്പോൾ ആ വണ്ടി കസ്റ്റമേഴ്സ് ഇവിടെ വന്നപ്പോൾ ആ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് അവരുടെ വണ്ടിക്ക് ആ കളർ തന്നെ റെക്കമെൻഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അങ്ങനെ 2 വണ്ടിക്ക് നമുക്ക് പെയിൻറ്റ് എടുക്കണം. അപ്പോൾ അതിൻ്റെ തിക്കും തിരക്കിലുണ്ട് ഇവർ. അപ്പോൾ ഞങ്ങൾ പെയിൻറ്റ് സാധനങ്ങളെല്ലാം എടുത്ത് കഴിഞ്ഞോട്ടെ. 040 പേൾ വൈറ്റ് ഇത് 2 എടുത്തത്. നമ്മുടെ ക്യാപ്സിയുടെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇരിഞ്ഞാലക്കുട കാട്ടൂർ റോഡിൽ ആണ് ഈ ഷോപ്പ് വരുന്നത് കേട്ടോ. ഞങ്ങൾ സ്ഥിരം എടുക്കണത് ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഗ്യാരേജ് ചെയ്തിട്ട് കാണാം. ഇന്ന് പോകാൻ നിൽക്കുന്ന വണ്ടിയാണ്. പെയിൻ്റ് എല്ലാം കഴിഞ്ഞു. ബാറ്ററി സെറ്റ് ചെയ്യണം അവർ. ബാറ്റ്സ് ഇട്ട് കഴിഞ്ഞാടാ. അപ്പോൾ നമ്മുടെ വൈറ്റ് വണ്ടി ഡെലിവറിക്ക് റെഡിയായി നിൽക്കുകയാണ്. ഈ ഒരു വണ്ടി നാളെ പ്രൈമറാവുമെന്നാണ് പറയുന്നത്. പക്ഷേ പ്രൈമറിന് മുമ്പ് ചെറിയ പണികളുണ്ട്. ഇവിടുത്തെ ഈ ഒരു പ്രോബ്ലം നമ്മൾക്ക് സോൾവ് ചെയ്യണം.
ഇവിടെ റെസ്റ്റ് ഉണ്ട്. അതേപോലെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിവിടെ റെസ്റ്റ് കാണുന്നുണ്ട്, അത് ക്ലിയർ ചെയ്യണം. പിന്നെ നമുക്ക് പ്രൈമർ കോട്ട് കഴിഞ്ഞ ശേഷം പ്ലാറ്റ്ഫോം അയച്ചൊന്ന് ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് പ്ലാറ്റ്ഫോം ചെക്ക് ചെയ്യണമെന്ന്. അത് കഴിഞ്ഞ ശേഷം പ്ലാറ്റ്ഫോം ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ എത്തിയോസിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഗ്യാരേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇതേ CarJJ വേർഷൻ 2 എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ഞാൻ വന്നപ്പോൾ എല്ലാവരും പോയേക്കാണ്. വർക്ക് ഇപ്പോൾ നാഡോഗ്രെ ഇപ്പോൾ നമുക്ക് നാളെ മറ്റന്നൊക്കെ ആയിട്ട് നാഡോഗ്രെ കൊടുക്കണം. വേറൊരു സിൽക്കി ഗോൾഡ് അതും പെട്ടെന്ന് കൊടുക്കേണ്ട വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ വർക്ക് നിൽക്കുന്നു. പിന്നെ നമ്മളൊരു ബെൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ബെൻസിൻ്റെ ഫുൾ പോളിഷിങ്ങും കുറച്ച് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും നമ്മൾക്ക് ഓണത്തിന് മുമ്പ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ കഴിയാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പോൾ എത്തിയോസ് നമുക്ക് ഓണത്തിന് മുമ്പ് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ട്രൈ ചെയ്യണം. പക്ഷേ സാധിക്കില്ലെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഇൻറ്റീരിയൽ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. സീറ്റ് വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞേക്കുന്നതാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് ഓടിച്ചാടി നടക്കുന്ന ദിവസമായിരുന്നു. കാരണം ഒരുപാട് വണ്ടികളുടെ പെയിൻറ്റ് പർച്ചേസ് ചെയ്തു. അതേപോലെ ഒരുപാട് വണ്ടികളുടെ വർക്കുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ റെഡ് ഇന്നോവ ഒരെണ്ണം പാച്ച് വർക്ക് ഉണ്ടായിരുന്നു. ഒരു വൈറ്റ് ഇന്നോവയുടെ പ്രൈമർ എത്തിക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്കിലായിരുന്നു അരുൺ ഭായി. അതേപോലെ നമ്മുടെ മിസ്റ്റി വയലറ്റ് അടിച്ചിട്ടുള്ള ആ ഒരു കളർ അടിച്ച വണ്ടിയുടെ ഡാഷ്ബോർഡ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റൂഫ് ഹൈക്കിലും കാര്യങ്ങളും പോളിഷിങ്ങും തിക്കും തിരക്കൊക്കെ ആയിരുന്നു ഗ്യാരേജിൽ. അങ്ങനെ മൊത്തത്തിലൊരു തിക്കും തിരക്കായ ദിവസമായിരുന്നു ഇന്ന്. കുഴപ്പമില്ലാതെ ഓണത്തിന് മുമ്പ് എന്തായാലും എന്നിട്ട് ഒരു പഴഞ്ചൊല്ല് കാര്യങ്ങളൊക്കെ പറയില്ല. ഓണത്തിന് മുമ്പ് ഒരു ഓട്ടം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ തിക്കും തിരക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നോർമലാവും. അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഗ്യാരേജുകൾക്ക് വണ്ടി വരാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓണം കഴിഞ്ഞ് ഒരു 5 ഡേയ്സ് കഴിഞ്ഞിട്ട് ഓണം കഴിഞ്ഞ് ഒരു 5 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വണ്ടി ഇപ്പോൾ കൊണ്ടുവരാൻ താല്പര്യമുള്ളവർ കൊണ്ടുവന്നാൽ മതി. കാരണം എന്തായാലും നമുക്കൊരു 3 ഡേയ്സ് ഓണത്തിൻ്റെ ലീവും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഓണം കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് എന്തായാലും അതുവരെ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള വണ്ടികൾ സെറ്റിങ്ങും ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഓണം കഴിഞ്ഞ് 5 ഡേയ്സ് കഴിഞ്ഞിട്ട് വണ്ടി ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നത്തെ വീഡിയോ ഒരു വ്ളോഗായിരുന്നു കാലത്തുടങ്ങിയുള്ളത്. ഡ്രൈവ് ബെൽറ്റ് ഇത് ഞാൻ എൻ്റെ ബാഗിലുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഞാൻ നാളെ മറ്റന്നൊക്കെ ആയിട്ട് റീപ്ലേസ് ചെയ്യണം. എൻ്റെ വണ്ടിയുടെ കാലത്ത് മോർണിംഗിൽ അതും പറഞ്ഞിട്ടുള്ള ഇറങ്ങിയത്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല ക്യാമറയും കാര്യങ്ങളൊക്കെ ആയി ക്യാമറയുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിച്ചേക്ക് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ട് എനിക്ക്. പിന്നെ അത് ലെൻസ് ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന ലെൻസാണ് നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട്. അത് മാറ്റി നല്ലൊരു ലെൻസ് വേറെ വാങ്ങണമെന്നുണ്ട്. അതൊക്കെ പതുക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. അപ്പോൾ എല്ലാവർക്കും